ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെട്രോ ഗെയിമിംഗ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പം ഈ ട്രിപ്പിൻ്റെ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ 2 പാർട്ടായിട്ടിരിക്കും. കാരണം രണ്ടും ഒരുമിച്ചിട്ടാൽ പിന്നെ അരമണിക്കൂറൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പം നല്ല ട്രിപ്പായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു കോളനി പോലെ ഒരു സ്ഥലത്തുനിന്ന് കുറേ എല്ലാ വീട്ടുകാരും കൂടെ ട്രിപ്പ് വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. നമ്മൾ ട്രിപ്പ് പോകുന്നത് തന്നെ ഒരു അമ്പലത്തിലേക്കാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന വണ്ടി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിഹാസമാണ്. നല്ലൊരു വണ്ടിയാണിത്. നല്ല ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ഉള്ളതാണ്. ഇവിടെ ബ്ലോക്കാണ്, നമുക്ക് നേരെ പോവാം. ഗൈസ്, ഞാൻ ഫുൾ ടൈം ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പാട്ടിട്ട് തരും. ഇപ്പം ഞാൻ പാട്ടിടാൻ പോവാണ്. Stay cool out. Why my worst enemy waits for me? Yeah. Talking too loud, showing the world that he's in charge here. Your face can't deny it. No matter what you say, the eyes don't show lights. No way, no way. You can't disguise. Recycle all the hurt that bursts from the side. That's all you'll ever need. I never wait, and you are still so lost. You got power in. ഗൈസ്, നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട് ഏകദേശം. ഇവിടുന്ന് കുറച്ചും കൂടെ പോയാൽ നമ്മുടെ സ്ഥലം എത്തും. അപ്പോൾ വളഞ്ഞ പാർട്ടി റോങ് വേ കയറിയതാണ്. അതാണ് നമ്മുടെ ഈ അമ്പലം കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മലയോര പ്രദേശത്തിലേക്കാണ്. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് വേണം പോകാൻ, അല്ലെ വണ്ടിക്ക് ഉള്ളിൽ കുറേ ഡാമേജ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ സ്ഥലം എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കോളനിയിൽ നിന്ന് എല്ലാവരും കൂടി വരുന്നതാണ്. അങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ, അവിടെ എൻട്രൻസാണ് കോളനിയിലേക്ക് കയറാനുള്ള. ഇവർ പുറത്ത് വന്ന് നിൽക്കുവാണ്. നമുക്ക് പുറത്തുനിന്ന് കയറ്റാം എന്തായാലും. ഇതാണ് നല്ല ലൈറ്റിംഗ് സെറ്റൊക്കെ ഇപ്പോൾ ഉണ്ടാണ് ഈ ഇതിഹാസിൽ. നല്ലൊരു ബസ്സാണ്. നമുക്ക് സ്കിപ്പടിക്കാനോ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. കണ്ടോ, നല്ല ലൈറ്റിംഗ് സെറ്റൊക്കെ വെള്ളമാണ്. ഇതിഹാസം എന്നുള്ള അതൊന്നും തെളിയത്തില്ല ഗൈസ്. എന്താ എനിക്കറിയില്ല, അത് തെളിയുന്നില്ല. സ്കിപ്പടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. ഇനി നിങ്ങൾ കുറച്ച് നേരം പാട്ട് കേൾക്കുക ഗൈസ്. കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ നിട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുക
ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലീളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ ഗൈസ്, അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഇങ്ങനെ ആയിരിക്കും. ഇടയ്ക്കെന്ന് വെച്ച് ഞാൻ സംസാരിക്കും, ഇടയ്ക്കെന്ന് വെച്ച് പാട്ടിടും. അങ്ങനെയാണ്. നമ്മളത് സെക്കൻഡ് മാപ്പ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ സെക്കൻഡ് മാപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് റൂട്ടാണ്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ സെക്കൻഡ് മാപ്പ് ആണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് റൂട്ടാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ കണ്ടില്ലേ, ആ കുഞ്ഞ് വഴിയിൽ ആ കുഞ്ഞ് ലോറി വന്നപ്പോഴത്തേക്കും നമ്മളെ പോയി. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഉള്ളിലെ വ്യൂ എന്താ ഇടാണ്ടത്തേന്ന് വെച്ചാൽ നമുക്ക് ലാഗ് അടിക്കും. ഇത് ചെറുതായിട്ട് ലാഗ് അടിക്കും. അടുത്ത വീഡിയോ ഞാൻ ഹൈയിലാണ് ഇട്ടാക്കുന്നത്. ഞാൻ ലോയിൽ ഇട്ടിട്ടൊക്കെയാണ് അടുത്ത വീഡിയോസിലൊക്കെ. അപ്പം നല്ലോണം ലാഗൊന്നും അടിക്കത്തില്ല. അപ്പം നമുക്ക് പുറത്തെ വ്യൂ ആണെങ്കിൽ ലാഗ് അടിക്കുന്നതുകൊണ്ട് എനിക്കറിയില്ല. കണ്ടോ ഗൈസ്, ആ കുഞ്ഞ് വണ്ടി വരെ നമുക്ക് ഒതുക്കി തന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നല്ലോണം ഓടിക്കാനൊക്കെ നല്ല രസമാണ് ഗൈസ്. ഓവർടേക്ക് ചെയ്യാനാണ് പാട്. അതുമാത്രം ഒരു പ്രശ്നമുള്ളൂ. ബാക്കിയെല്ലാം നല്ലതാണ്. ഓടിക്കാനും നല്ലതാണ്. വണ്ടി വരുമ്പോൾ ഒതുക്കി കൊടുക്കാനൊക്കെ നല്ല രസമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇൻട്രസ്റ്റിംഗ് റൂട്ടാണ്. നിങ്ങൾ ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നല്ല രസമാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വലിയ ചെറിയ വണ്ടികളൊക്കെ വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ വലിയ ബസ് ഇങ്ങനെ വന്നാൽ നമ്മൾ നിർത്തും ഗൈസ്. 105-ലൊന്നും 100-ന് മുകളിലേക്കൊന്നും ഈ വഴിയിലൂടെ പോകാൻ പറ്റില്ല ഗൈസ്. എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കും. ഞാൻ ഭാഗ്യത്തിന് ഇടിച്ചിട്ടില്ല. ഞാൻ 100-ന് മുകളിലൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്തായാലും അവിടെ എങ്കിലും പോയി ഇടിക്കും. അല്ലെങ്കിൽ ഞാൻ ഫുൾ ടൈം അങ്ങനെ ഓടിക്കത്തില്ല, എവിടെയെങ്കിലും നിർത്തും. അപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ നോക്കാം. വണ്ടികളൊന്നും കാണുന്നില്ല ഗൈസ്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഇടയ്ക്കെന്ന് വെച്ച് ഇങ്ങനെ മെസ്സേജൊക്കെ വരും. അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഉണ്ടോ ഗൈസ്, ആ വണ്ടീനെ ഓവർടേക്ക് മുന്നിൽ നിന്ന് ഒരു വണ്ടി വന്നപ്പോൾ ഇതാണ് പ്രശ്നം ഗൈസ്. ഇത് കണ്ടോ, നല്ലൊരു കയറ്റവും ഇറക്കമൊക്കെ നല്ലൊരു റോഡാണ്. അപ്പം ഈ കയറ്റമാണ് കൂടുതലുള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു കയറ്റമുണ്ട്. അതുകൊണ്ട് വലിയുന്ന ഏതെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് വരണം, അല്ലേ വണ്ടി കയറത്തില്ല. ഗൈസ്, ആ കുഞ്ഞു വണ്ടികൾ വന്നപ്പോഴത്തേക്ക് ഞാൻ സൈഡ് ഒതുക്കിയപ്പോൾ സൈഡിൽ തട്ടി ഗൈസ്. പിന്നെ ഈ വീഡിയോ നിർത്തുമ്പോൾ എൻ്റെ വണ്ടി പൊളിഞ്ഞതിൻ്റെയൊക്കെ ശതമാനം 19 കേട്ടോ, 100 അല്ലേ. എവിടെയാണ് കൊണ്ട് ഇടിപ്പിച്ചായിരുന്നു, എനിക്ക് ഓർമ്മയില്ല എവിടെയാണ് ഇടിപ്പിച്ചതെന്ന്. അപ്പം ഇനി കുറച്ച് നിങ്ങൾ പാട്ട് കേൾക്ക്. നല്ലൊരു വഴിയൊക്കെയാണ്, നല്ല വളവും ചെരുവൊക്കെ ഉള്ളതാണ്. മാപ്പിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, മാപ്പിൽ കണ്ടോ ഇപ്പം നല്ല വളവാണ് ഗൈസ്. ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കി ഗൈസ്, ഓവർടേക്ക് ചെയ്ത് ഗൈസ്. കുഞ്ഞു വണ്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ഓവർടേക്ക് ചെയ്യാം. ഈ കയറ്റം കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വലിയുന്ന വണ്ടി എടുക്കുന്നത്. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു കയറ്റമുണ്ട്. ആ കയറ്റത്തിൽ ഈ വണ്ടി വലിയത്തില്ല ഗൈസ്. അതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണുക. അത് 2ാം പാർട്ടായിട്ടായിരിക്കും വരുന്നത്. ഈ വീഡിയോ ഇപ്പം ഇന്ന് വരുവാണെങ്കിൽ മറ്റേ വീഡിയോ നാളെ വരും. അങ്ങനെയാണ് യെസ്. നമ്മളെന്തായാലും സ്ഥലത്തെത്താറായിട്ടുണ്ട്. അവിടെ ബോർഡ് കണ്ടില്ലേ നിങ്ങൾ. ഇനി അധികം കയറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറക്കമുണ്ട്, നല്ലോണം ഇറക്കമൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ കുറച്ച് പാട്ട്. പിന്നെ ഗൈസ്, ഇതെന്ന് പറഞ്ഞാൽ നല്ല റൂട്ടാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു വളവാണ്. അത് ഈ ഇറക്കവും കൂടെ കൂടിച്ചതാണ്. എനിക്ക് ചെറുതായിട്ട് ഈ കാട്ടിക്കൂടി എടുക്കേണ്ടി വരുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എടുത്താലാണ് വണ്ടി പോകത്തുള്ളൂ. അപ്പോൾ തന്നെ ഫോർച്യൂണർ സൈഡിൽ കൂടെ നമ്മൾ ഓവർടേക്ക് ചെയ്തതല്ല, നമ്മൾ റോങ് വേ കയറിയപ്പോൾ നേരെ അങ്ങ് പോയതാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഇടിച്ച് കയറ്റായിരുന്നു. അപ്പോൾ മാപ്പിൽ കണ്ടോ ഗൈസ്, എന്തോ ഒരു റൂട്ടാണ്.
എന്തോ ഒരു വളവാണ്, എനിക്കൊന്നും മനസ്സിലാവില്ല വളവ് കണ്ടിട്ട്. ഗൈസ് ഇനി താഴോട്ട് നിങ്ങൾ കണ്ടില്ലേ, വയനാട് ചുരം പോലെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇവിടം തൊട്ടൊരു വയനാട് ചുരം പോലത്തെ ഒരു റൂട്ടാണ്. ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ വയനാട് ചുരത്തിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ഒരു മെസ്സേജ് വരുന്നു ഗൈസ്. അങ്ങനെയാണ്, നിങ്ങളതൊന്നും മൈൻഡ് ആക്കണ്ട. ഇപ്പോൾ നമ്മൾ വന്നപ്പം മലയിൽ തട്ടി ഒന്ന് പൊന്തിയായിരുന്നു, അതുകൊണ്ട് അത്രയും സൈഡ് എടുക്കണം, അല്ലെങ്കിൽ ഈ വണ്ടിയൊന്നും വളയത്തില്ല. ഇപ്പോൾ നമ്മൾ കാട്ടിക്കൂടെ കയറ്റിയിട്ടാണ് ഗൈസ് കയറിയത്. ഇതാ നേരത്തെ കണ്ട പോലെ ഒരു വളവോ നമ്മുടെ വണ്ടി ഒരു വണ്ടി വന്നു, ഒരു കാറ് വന്നു ഗൈസ്. അടുത്ത കാറ് വന്നു ഗൈസ്. ബ്ലോക്ക് ആവോ? മുന്നേ സ്ഥലം ഉണ്ടോ? നമുക്ക് ഈ വീട്ട് നോക്കാം. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഉള്ളിൽ നിന്ന് കാണുമ്പോൾ സ്ഥലം ഒട്ടും തോന്നത്തില്ല. നമ്മുടെ പുറകിലൊക്കെ ബ്ലോക്കാണ് ഗൈസ്. ഇങ്ങനെ ഇട്ടില്ലേ നമ്മൾ ഈ വ്യൂ ഇട്ടില്ലേ നമ്മൾ വണ്ടി തട്ടും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇടാറുണ്ട്. ഇപ്പോൾ കണ്ടോ ഇതൊരു കുത്തനെ ഇറക്കമാണെന്ന് തോന്നുന്നു. നല്ല ഇറക്കമാണ്, നല്ല കുത്തനെ ഇറക്കമാണ്. നമുക്ക് ഇപ്പം അങ്ങനെ ഒരു ലോറി വന്നാൽ നമ്മൾ പെടും ഗൈസ്. ഇതെന്താ എനിക്കൊന്നും മനസ്സിലാവില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് അങ്ങോട്ട് പോകാനുള്ള റൂട്ടാണെന്നാണ് തോന്നുന്നത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച അവിടെ നിന്ന് ബസ്സൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോയി നമുക്കെന്തെങ്കിലും പോയി നോക്കാം. ഞാൻ ആദ്യം വിചാരിച്ച ഇങ്ങനെയൊന്നും വഴി ഉണ്ടാകത്തില്ല, ഇത് വെറും ഉടായിപ്പാന്നൊക്കെയാണ്. പക്ഷെ അല്ല ഗൈസ്, ഇതൊരു റൂട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും ഗൈസ്, എന്തായാലും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാപ്പിൽ ഒരു സ്റ്റാർ കാണിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതായിരിക്കും ഗൈസ്. മാപ്പിലെ വഴിയും ഉണ്ട് ഇങ്ങനെ. ഞാൻ അറിഞ്ഞില്ല ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം പോലത്തെ ഒരു ഇത്. അവരങ്ങനെയാണ് പറഞ്ഞത്, അമ്പലം പോലത്തെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ നമ്മൾ ടൂർ എടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു മലയോര പ്രദേശമാണ് കാണിച്ചത്. ഞാൻ വെച്ചാൽ അങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നിടം വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാത്തിരിക്കുക.